കാഞ്ഞങ്ങാട് നഗരസഭ ജലബജറ്റ് ശില്പശാല നടത്തി. വിവിധ വിഷയങ്ങളെ അധികരിച്ച് ആലാമിപ്പള്ളിയിലെ നഗരസഭയുടെ മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kaanyangad, Kozhikode, Koilandi and Kuttiyadi. നിലവിലുള്ള ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനും വരും കാലഘട്ടങ്ങളിൽ ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും അതിലൂടെ വരൾച്ചമുക്ത നഗരസഭ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ ജലബജറ്റ് ശില്പശാല സംഘടിപ്പിച്ചത്. ആലാമിപ്പള്ളിയിലെ നഗരസഭാ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ശില്പശാല നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. കാലനേരം കഴിയും മുമ്പ് ഒരുപക്ഷെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം വന്നുകൂടാനില്ല. ജലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ റോൾ എന്താണോ ആ റോളാണ് ഭൂമിയിൽ ജലം നിർവഹിക്കുന്നത്. അപ്പോൾ ഇവിടെ മഴ തിമിർത്ത് കഴിയുകയാണ്, പലതിലും വെള്ളപ്പൊക്കം ഉണ്ടാകുകയാണ്, മണ്ണിടിച്ചിലുണ്ടാകുകയാണ്, പ്രകൃതി ശോഭിക്കുകയാണ്. അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ പ്രകൃതിയെ ചേർത്ത് നിർത്താൻ ആവശ്യമായ നല്ല ഇടപെടൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ നടത്തേണ്ടതുണ്ട്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ അവലോകനത്തോടൊപ്പം മാലിന്യ സംസ്കരണം, കൃഷിജല സംരക്ഷണം, മണ്ണ് ജല സംരക്ഷണം എന്നിവയെക്കുറിച്ചെല്ലാം പരിപാടിയിൽ വിശദമായി വിശകലനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ എം സുമതി, ഫൗസിയ ഷെരീഫ്, മുഹമ്മദ് മുറിയനാവി, കൗൺസിലർമാരായ പി സൗമ്യ, എം പ്രശാന്ത്, പി വി ചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ മുൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫെമി മരിയ തോമസ്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി ബൈജു, കൃഷി ഫീൽഡ് ഓഫീസർ എസ് രമേഷ് കുമാർ, AUGS ഓവർസിയർ KV ചൈത്ര എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ബാലചന്ദ്രൻ ക്രോഡീകരണം നടത്തി. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ സ്വാഗതവും സെക്രട്ടറി MK ഗിരീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.